ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിൻഡോവെച്ചു. ഞാൻ രഘുനന്ദനൻ എം വി. നമുക്ക് മറ്റൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ PDF ഉണ്ട്. വിശദമായി ഒരു ചോദ്യം, അത് വിശദമായി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുക്കുന്നു, അത് വിശദമായി അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുന്നു, അതിൽ നിന്ന് സമാനമായ എന്തെല്ലാം ചോദ്യങ്ങൾ വരുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ PDF നിങ്ങൾക്ക് ലഭിക്കേണ്ടി വരും അല്ലേ? അതല്ലെങ്കിൽ ഇന്നൊരു ഓൺലൈൻ എക്സാം ഒരു 7 മുതൽ 10 വരെ ആയാൽ, അപ്പോൾ ആദ്യത്തേതൊക്കെ ഒരു 10 ആയാൽ നമുക്കൊരു എക്സാം വയ്ക്കാം, ഒരു ഓൺലൈൻ എക്സാം വയ്ക്കാം. അപ്പോൾ ആ ഓൺലൈൻ എക്സാം ലഭിക്കാൻ, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഓൺലൈനായിട്ടൊരു എക്സാം ലഭിക്കാൻ ഒരു സമയമുണ്ടായിരിക്കും, നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നിങ്ങൾക്ക് മാർക്സൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ PDF ലഭിക്കാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ്, ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെയൊക്കെ ലിങ്ക് തന്നിട്ടുണ്ട്. ആ ലിങ്കിൽ ജോയിൻ ചെയ്യുക. പിന്നെ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. യൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് ആണ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. ഷീ ഹാസ് നെവർ സീൻ ഹിം. മുന്നേ ഡിസ്കസ് ചെയ്ത് പിന്നീട് നിങ്ങൾ മുന്നത്തെ ക്ലാസ്സുകൾ പോയി കണ്ടാൽ. ഷീ ഹാസ് നെവർ സീൻ ഹിം. ഇവിടെ എന്താ വരുന്നത്? ക്വസ്റ്റ്യൻ ടാഗ് ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ വരുന്നത്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഫോം എന്താ? ഹെൽപ്പിംഗ് വെർബ്. ഏതൊക്കെയാണ് ഹെൽപ്പിംഗ് വെർബ്? ഈസ്, ആം, ആർ, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, അതുപോലെ തന്നെ ഷാള്, വില്ല്, മേ, മൈറ്റ് തുടങ്ങിയവയൊക്കെ എന്താണ്? ഹെൽപ്പിംഗ് വെർബ്സാണ്. ആ ഹെൽപ്പിംഗ് വെർബിനെ എടുക്കുക ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ. അപ്പോൾ അവിടെ ഹാസ് വന്നു. ഇനി നമ്മൾ നോക്കേണ്ടത് സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ്. സെൻറ്റൻസ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടുമായി ബന്ധപ്പെട്ട്, നോയുമായി ബന്ധപ്പെട്ട ഒന്നുണ്ടായിരിക്കും അവിടെ. നെയ്തർന്നോ, നോർന്നോ, അല്ലെങ്കിൽ നോട്ട് എന്നോ, നോ എന്നോ ആയിട്ട് ബന്ധപ്പെട്ട ഒന്നുണ്ടായിരിക്കും അവിടെ. ഇവിടെ സെൻറ്റൻസിൽ നെവർ ഉണ്ട്. കണ്ട, അത് നോയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ സെൻറ്റൻസ് നെഗറ്റീവ് ആണ്. സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. നോക്കൂ, മറ്റെന്ത് പഠിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഇംഗ്ലീഷ് പഠിക്കാൻ. ആ കൺസെപ്റ്റ് മനസ്സിലായ, കാണാപ്പാടം പഠിക്കേണ്ട, നീന്തൽ പഠിച്ചതുപോലെ പിന്നെ മറക്കില്ല. കൺസെപ്റ്റ് ശരിയായിട്ട് മനസ്സിലായിട്ട് നമ്മൾ സിമ്പിളായിട്ട് അതാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഹാസ് ആണ്. ഇനി അത് കഴിഞ്ഞ സബ്ജക്റ്റ് വയ്ക്കുന്നു, ഹാസ് ഷീ, കഴിഞ്ഞു. സോ അവിടുത്തെ ആൻസർ സി ആണ്. ഞാൻ ഡി തന്നിട്ടില്ല അല്ലേ? ഓക്കെ. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫോർ ഷീ ഡാഷ് ഹിം ബിഫോർ യു ഇൻട്രഡ്യൂസ്ഡ് ദം. അപ്പോൾ അവിടെ ഹാസ് മെറ്റ് ഉണ്ട്, ഹാവ് മെറ്റ് ഉണ്ട്, ഹാഡ് മെറ്റ് ഉണ്ട്, വാസ് മീറ്റിംഗ് എന്നുണ്ട്. ഇവിടെ ഹാഡ് മെറ്റ് ആണ് വരിക. എന്തുകൊണ്ട് ഹാഡ് മെറ്റ് വരും? ഇനി ഇതുപോലുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് പഠിക്കാം. എന്താണ് ഹാഡ് മെറ്റ്? സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചിരുന്നോ? എന്നിട്ട് നിങ്ങൾ പറയുന്നത് സിമ്പിൾ അല്ലേ എന്നുള്ളത്. അപ്പം നിങ്ങളിൽ പലരും ഇത് പുതുതായി പരിചയപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, സിമ്പിൾ ആണോ അല്ലേ എന്നുള്ളത്. നമുക്ക് നോക്കാം. നമുക്കറിയാം ടെൻസ് ഉണ്ട്. ടെൻസ് ആരെയാണ് ബാധിക്കുന്നത്? ആർക്കാണ് ടെൻസ് വരുന്നത്? നൗണിന് വരില്ല. കാരണം കാലം. ഇപ്പൊ രാമൻ, ഇന്നലെ നിങ്ങൾ രാമനെ എന്താ വിളിച്ചത്? ഇന്നലെ, യെസ്റ്റർഡേ, രാമ എന്നാണ്. ടുഡേ നിങ്ങൾ എന്താ വിളിച്ചത്? രാമ എന്നാണ്. നാളെയും നിങ്ങൾ എന്താ വിളിക്കാൻ പോണത്? രാമ എന്നാണ്. രാമൻ ഒരു മാറ്റമില്ല. ഓക്കെ. പക്ഷെ ഇന്നലെ മഴ പെയ്തു. മഴ പെയ്തു എന്ന് പറയുന്ന ഒരു ആക്ഷനാണ്. അപ്പൊ റെയിൻഡ്. കണ്ടോ? ഇന്നലെ ആവുമ്പോൾ അത് റെയിൻഡ് ആയി. ഇന്നാവുമ്പോഴോ, ഇപ്പോഴാവുമ്പോഴോ റെയിനിങ്, ഇറ്റ് ഈസ് റെയിനിങ് എന്നാണ് പറയുക. ഇറ്റ് ഈസ് റെയിനിങ് എന്നാണ് പറയുക എപ്പം നടക്കുമ്പോൾ. എന്നാൽ നാളെയാണെങ്കിലോ വിൽ റെയിനോ അങ്ങനെയാണ് ഉപയോഗിക്കുക. കണ്ടോ? അപ്പോൾ വെർബിന് മാറ്റം വരുന്നുണ്ട്. കാലത്തിൽ, ടൈമിൽ മാറ്റം വരും. ഇതിന് പല കോമ്പിനേഷനും ഉണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇതിനു മുമ്പ് നമ്മൾ സിമ്പിൾ പ്രസന്റ് പഠിച്ചു. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്റ്റിനെ കുറിച്ചാണ്. സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റും, കഴിഞ്ഞു പോയ കാര്യങ്ങൾ. സിമ്പിൾ പാസ്റ്റിനെയും പാസ്റ്റ് പെർഫെക്റ്റിനെ കുറിച്ചിട്ടുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. നമ്മൾ സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞു പോയ ഒരു കാര്യം, അത്രയേ ഉള്ളൂ. അതായത് നമുക്കറിയാലോ, ഇതാണ് പ്രസന്റ്. പ്രസന്റിൽ നടക്കുന്ന എന്ത് കാര്യവും, ഇപ്പം നടക്കുന്ന കാര്യം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈസ്, ആം,
ആർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബാണ്. ഇറ്റ് ഈസ് റെയിനിങ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിനർത്ഥം ഇന്നലെ പെയ്തു എന്നോ നാളെ പെയ്തു എന്നോ കഴിഞ്ഞ മണിക്കൂറിൽ പെയ്തോ എന്നോ അല്ല, ഇപ്പൊ പെയ്യുന്നു എന്നാണ്. ഇപ്പൊ നടക്കുന്ന എന്ത് കാര്യങ്ങളും നിങ്ങളൊരു ബുക്ക് റീഡ് ചെയ്യുകയാണെങ്കിൽ ആം റീഡിങ്, അല്ലെങ്കിൽ അവനൊരു ബുക്ക് വായിക്കുകയാണെങ്കിൽ ഈസ് റീഡിങ്, അവരൊരു ബുക്ക് വായിക്കുകയാണെങ്കിൽ ആർ റീഡിങ്. അത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇപ്പൊ നടക്കുന്ന കാര്യമാണ്, ഇന്നലെ നടന്ന കാര്യമല്ല, അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറിൽ നടന്ന കാര്യമല്ല, നാളെ നടക്കാൻ പോണ കാര്യമല്ല. അതേസമയം നിങ്ങൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ടൊരു ബുക്ക് വായിക്കുകയാണ്, ഇപ്പൊ നിങ്ങൾ ബുക്ക് വായിക്കുന്നില്ലെങ്കിലും, ഇപ്പൊ നിങ്ങൾ ബുക്ക് വായിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടൊരു ബുക്ക് വായിക്കുകയാണ്. ആ ബുക്കല്ല നിങ്ങൾ സ്ഥിരം വായിക്കുന്നത്, നിങ്ങൾ നന്നായിട്ട് വായിക്കുന്ന ആളാ, നോവലുകൾ നന്നായിട്ട് വായിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആടുജീവിതം വായിക്കുകയാണ് സിനിമ കണ്ടതിന് ശേഷം. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മുതൽ ഇതേപോലെ അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും തീരും, അപ്പോഴും ഈസ് റീഡിംഗ് എന്ന് വായിക്കാം. ഇപ്പൊ ഞാൻ വായിക്കുന്നില്ലെങ്കിലും ഐ ആം റീഡിങ് ആടുജീവിതം, ഞാൻ ആടുജീവിതമാണ് ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്നുള്ളതിന്റെ അർത്ഥം ടെമ്പററി എന്നാണ്. ഇതാ ഇപ്പൊ നിലവിൽ. ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി നമ്മൾ ഉപയോഗിക്കണം. എന്നാൽ ഞാൻ സ്ഥിരമായിട്ട് ആ പുസ്തകമാണോ വായിക്കുന്നത്? അല്ല. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഒരു ടെമ്പററി സിറ്റുവേഷനിൽ നമുക്ക് എന്തുപയോഗിക്കാം? ഈസ് ആം ആർ ഉപയോഗിക്കാം. പെർമനന്റ് സിറ്റുവേഷനിൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, അതിനെ കുറിച്ച് നമുക്ക് പറയാം. അപ്പൊ എന്താണ് ഇതിനെയാണ് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത്. ഇനി പാസ്റ്റോ? പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയി. എങ്ങനെ ഇത് മനസ്സിലാക്കുക? ഇപ്പൊ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അതിന് ചില കീവേഡ്സ് ഉപയോഗിച്ചോളൂ. നൗ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈസ് ആം ആർ പ്ലസ് ING ഫോം ഉപയോഗിച്ചോളൂ. ദിസ് വീക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് സിമ്പിൾ പ്രസന്റ് ആണ്. ദിസ് ഇയർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, ക്ലിയർ ആവുണ്ടോ? ദിസ് വീക്ക്, ദിസ് ഇയർ, നൗ, ഇതൊക്കെ വരുമ്പോൾ ഈ ആഴ്ച, ഈ വർഷമൊക്കെ നമ്മൾ ചെയ്യുന്നതാ, കഴിഞ്ഞ വർഷം ചെയ്യാത്തതാ. എന്നാൽ സിമ്പിൾ പാസ്റ്റ് എപ്പോൾ ഉപയോഗിക്കാം? അത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. അവിടെ നിങ്ങൾക്ക് മനസ്സിലായാൽ മതി, ഒരു ടൈം അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ 8 PM എന്ന് പറഞ്ഞിട്ടുണ്ട് വിചാരിച്ചോളൂ, എന്നിട്ട് ഹി ഡാഷ് എന്ന് വന്നിട്ടുണ്ട് വിചാരിച്ചോളൂ. റീച്ചിന്റെ പല ഫോമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് വിചാരിച്ചോളൂ. അതായത് റീച്ച് എന്നുള്ള വെർബിന് റീച്ച്, റീച്ച്ഡ്, റീച്ച്ഡ് 3 ഫോം ഉണ്ട്. റീച്ചിന്റെ ഒന്നാമത്തെ ഫോം, റീച്ച്ഡ് തന്നെ രണ്ടാമത്തെ ഫോം, റീച്ച്ഡ് തന്നെ മൂന്നാമത്തെ ഫോം. പക്ഷെ റൈറ്റിന് അതല്ലട്ടാ, റൈറ്റ്, റോട്ട്, റിട്ടേൺ. ഇറഗുലർ വെർബും റെഗുലർ വെർബും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പഠിക്കാം. അങ്ങനെ 3 ഫോം ഉണ്ട്. ഇതിൽ രണ്ടാമത്തെ ഫോമാണ് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്, കാരണം അവിടെ ഒരു സമയം പറഞ്ഞു. ഹി റീച്ച്ഡ് there at 8 PM. yesterday പറഞ്ഞു. അവിടെ ഭൂതകാലത്തെ പാസ്റ്റിനെ 8 PM എന്ന് പറഞ്ഞാൽ പാസ്റ്റിനെ സൂചിപ്പിക്കുകയാണ്, അല്ലെ? സമയം മാത്രം പറയുകയാണെങ്കിൽ 8 മണി എന്ന് പറയുമ്പോൾ. അതേസമയം ഞാൻ എന്നും രാവിലെ പല്ല് തേക്കാറുണ്ട് 8 മണി എന്ന് പറഞ്ഞാൽ വിഷയം വേറെ ഇട്ടാ, എല്ലാ ദിവസവും എന്ന് വന്നു. എവറി ഡേ എന്നൊക്കെ വരുമ്പോൾ നിങ്ങൾ വേറെ ഉപയോഗിക്കേണ്ടത് കീവേഡ് വേറെയാണ്. ഞാൻ അതവിടെ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കേണ്ടത്, കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പറയുന്നില്ല. ഇപ്പൊ നമ്മൾക്ക് സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റിലേക്കും കിടക്കാം. അപ്പൊ ഇവിടെ യെസ്റ്റർഡേ പോലൊരു സമയം വന്നാൽ പാസ്റ്റിനെ റെഫർ ചെയ്യുന്നതാണല്ലോ, അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് വീക്ക്, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഇപ്പൊ ഇവിടെ യെസ്റ്റർഡേ റെയിൻഡ് ആണെങ്കിൽ ഇറ്റ് റെയിൻഡ് യെസ്റ്റർഡേ. കണ്ടുവോ? അവിടെ V2 ഫോം ആണ് ഉപയോഗിച്ചത്. അവിടെ എന്താ ഉപയോഗിച്ചത്? V2 ഫോം ഓഫ് ദ വെർബ്. അപ്പൊ പാസ്റ്റിനെ റെഫർ ചെയ്യുന്ന ഒന്ന് അവിടെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അധിക സന്ദർഭങ്ങളിലും അവിടെ ഉപയോഗിക്കേണ്ടത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ഉണ്ടാക്കാൻ ഒരു വിഷമവുമില്ല, ഒരു ഹെൽപ്പിംഗ് വെർബും വേണ്ട. വെർബിന്റെ V2 ഫോം അവിടെ ഇട്ടാൽ മതി, ഒന്നും ചെയ്യണ്ട. എന്താ ഇടേണ്ടത്? വെർബിന്റെ V2 ഫോം അവിടെ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇതിനെയാണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ 2 കാര്യങ്ങൾ നടന്നു. ഐ ഡാഷ് റെയിൽവേ സ്റ്റേഷൻ. ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് 7 മണിക്കാണ്. 7 മണിക്ക് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അപ്പോൾ ഐ റീച്ച്ഡ് റെയിൽവേ സ്റ്റേഷൻ. 7 മണിക്ക് എത്തി. പക്ഷെ ട്രെയിൻ 6 മണിക്ക് പോയി. ട്രെയിൻ ആണെങ്കിൽ 6 മണിക്ക് പോയി. അടുത്ത ട്രെയിനിന് കാത്തു നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ ട്രെയിൻ
ഡാഷ് സ്റ്റേഷൻ. ലീവ് എന്നുള്ളതാണ് വരുന്നത്. ലീവ് ഫസ്റ്റ് ഫോമും ലെഫ്റ്റ് സെക്കൻഡ് ഫോമും ലെഫ്റ്റ് തന്നെയാണ് തേർഡ് ഫോമും. അപ്പോൾ ട്രെയിൻ ലെഫ്റ്റ് ദ സ്റ്റേഷൻ. രണ്ട് കാര്യങ്ങളുണ്ട്. ഇതിൽ ഒരു കാര്യം ആദ്യം നടന്നു. സ്വാഭാവികമായിട്ടും ഇവിടെ ആദ്യം നടന്ന കാര്യം ഏതാ? രണ്ടും പാസ്റ്റ് ആണ്. പക്ഷേ നമുക്കൊന്ന് പറയേണ്ടതുണ്ട്. ഞാൻ മറ്റേ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും എന്ത് പോയി? ട്രെയിൻ പോയി എന്നെനിക്ക് പറയണം. അപ്പൊ അവിടെ രണ്ട് ഇവന്റ് പാസ്റ്റിൽ നടന്നു. പാസ്റ്റിൽ എത്ര ഇവന്റ് നടന്നു? പാസ്റ്റിൽ രണ്ട് ഇവന്റ് നടന്നു. അതിലൊന്നെന്താണ്? ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. പക്ഷേ അതിനു മുമ്പ്, ഇതാണ് പ്രസന്റ്, അതിനു മുമ്പ് ട്രെയിൻ പോയി ലെഫ്റ്റ്. ഇതെനിക്ക് ഉദ്ദേശിച്ച് ഇതാണ് എനിക്ക് പറയേണ്ടത് എന്നുണ്ടെങ്കിൽ, ഇതാണ് എനിക്ക് പറയേണ്ടത്. ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി, ട്രെയിൻ പോയി. നിങ്ങൾ അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാണ്, വേറെ ഒരു അർത്ഥവും അവിടെ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയണ്ട. പക്ഷെ നിങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ട്രെയിൻ പോയി എന്ന് പറയുമ്പോൾ പാസ്റ്റിൽ നടന്ന ആദ്യ സംഭവത്തെക്കുറിച്ച് പറയാൻ നമ്മൾ ഹാഡ് ഉപയോഗിക്കും. ഹാഡിൻ്റെ ഒപ്പം ഈ സെക്കൻഡ് ഫോം അല്ല ഉപയോഗിക്കുക, തേർഡ് ഫോമാണ് ഉപയോഗിക്കുക. പക്ഷെ ഭാഗ്യത്തിന് ലീവിൻ്റെ സെക്കൻഡ് ഫോമും തേർഡ് ഫോമും ലെഫ്റ്റ് തന്നെയാണ്. ഹാഡ്, ഹാസ്, ഹാവ് അതൊപ്പം നിങ്ങൾ ഓർത്തു വെച്ചോളൂ. ഹാഡ്, ഹാസ്, ഹാവിൻ്റെ ഒപ്പം വെർബിൻ്റെ തേർഡ് ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഹാസ് റിട്ടൺ എന്നേ എഴുതാൻ പാടുള്ളൂ, ഹാസ് റോട്ട് എന്ന് എഴുതാൻ പാടില്ല. ഹാവ് റിട്ടൺ എന്നേ എഴുതാൻ പാടുള്ളൂ, ഹാഡ് റിട്ടൺ എന്നേ എഴുതാൻ പാടുള്ളൂ. റോട്ട് എന്നോ റൈറ്റ് എന്നോ എഴുതാൻ പാടില്ല. സിമ്പിൾ അല്ലേ? ഇംഗ്ലീഷ് സിമ്പിൾ അല്ലേ? നിങ്ങൾ പറയും, നിങ്ങൾ കമന്റ് പറയും, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പോൾ എവിടേക്കാണ് നമ്മൾ ഉപയോഗിക്കുക? പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റിൽ രണ്ട് ഇവന്റ് നടക്കുന്നു, അതിലൊരു ഇവന്റ് എന്ത് നടക്കുന്നു? ആദ്യം നടക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശമുണ്ട്. ആ കോണ്ടെക്സ്റ്റ് നോക്കി നിങ്ങൾ കൊടുത്താൽ മതി. ടേക്ക് ഇറ്റ് ആസ് എ ഗെയിം, ഒരു ഗെയിം പോലെ നോക്ക് ഇനി ഇങ്ങനെ വരുമ്പോൾ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അത് ക്ലിയർ ആയല്ലോ. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നോക്കൂ, ഷീ ഡാഷ് ഹിം ബിഫോർ യു ഇൻട്രഡ്യൂസ്ഡ് ദം. അപ്പൊ രണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ. ബിഫോർ വെച്ച് പറയുമ്പോൾ മുന്നേ. ഷീ ഡാഷ് ഹിം ബിഫോർ യു ഇൻട്രഡ്യൂസ്ഡ് ദം. നീ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ തന്നെ അവൾക്ക് അവനെ അറിയാം. അപ്പൊ അവൾക്ക് അവനെ അറിയാം എന്നുള്ളതാണ് ആദ്യം നടക്കുന്നത്. ആദ്യത്തെ ഇവന്റ് ഇതാണ്. ആദ്യത്തെ ഇവന്റ് എന്താണ്? അല്ല, അവൾ അവനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവനെ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടുമുട്ടിയിട്ടുണ്ട്. മെറ്റെന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നീ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ്. അപ്പൊ പരിചയപ്പെടുത്തിയത് ഇവിടെയാ, പരിചയപ്പെടുത്തുന്നതിന് മുമ്പെയാ. അപ്പൊ ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നതിന് മുമ്പാണ് മീറ്റിംഗ് നടന്നിട്ടുള്ളത്. സോ മീറ്റ് സെക്കൻഡ് ഫോം മെറ്റാണ്, തേർഡ് ഫോമും മെറ്റാണ്. ഇറഗുലർ വെർബാണെങ്കിലും മീറ്റ് സെക്കൻഡ് ഫോം മെറ്റാണ്, തേർഡ് ഫോമും മെറ്റാണ്. അയ്യോ, ഇനി ഇതൊക്കെ എങ്ങനെയാ ഓർമ്മിരിക്കുക? അതങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ മനസ്സ് കയറും. പിന്നെ കുറച്ച് ഇറഗുലർ വെർബ്സ് ഇടയ്ക്കിടയ്ക്ക് നോക്കുക. ജസ്റ്റ് ഗൂഗിളിൽ നോക്കിക്കോ ഇറഗുലർ വെർബ്സ്. മറ്റ് റെഗുലർ വെർബ്സ് ആണെങ്കിൽ ഒരു ഇ ഡി ചേർത്താൽ സെക്കൻഡ് ഫോം പോയി, തേർഡ് ഫോം പോയി. പ്ലേ, പ്ലേഡ്, പ്ലേഡ്. ഇറഗുലർ വെർബാണെങ്കിൽ റൈറ്റ് മാറി റോട്ടായി, പിന്നെ മാറി റിട്ടേൺ ആയി. ഓക്കെ, ചിലതുണ്ട് കേട്ടോ, ഒരു മാറ്റമില്ല. പുട്ട്, 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 മൂന്ന് ഫോം ഒറ്റ തന്നെ. എല്ലാം അങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലേ? കട്ട്, കട്ട്, കട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ഷീ ഡാഷ് ഹിം ബിഫോർ യു ഇൻട്രഡ്യൂസ്ഡ് ദം എന്ന് പറയുമ്പോൾ മെറ്റാണ്, മീറ്റിംഗ് ആണ്, മെറ്റാണ്. അത് ആദ്യം നടന്നുകൊണ്ട് ഷി ഹാഡ് മെറ്റ്. അപ്പൊ ബിഫോർ വരുമ്പോൾ നിങ്ങൾ ഓർത്താൽ മതി, ബിഫോറിന് മുന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റും ബിഫോറിന് ശേഷമുള്ളത് സിമ്പിൾ പാസ്റ്റുമായിരിക്കും. ടെൻസ് കൈ പോകുന്നില്ലേ? അപ്പോൾ എന്താണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്? രണ്ട് ആക്ഷൻസ് അല്ലെങ്കിൽ രണ്ട് ഇവന്റ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്, ടെൻസ് ഉപയോഗിക്കുന്നത് ഇൻഡിക്കേറ്റ് ദ ആക്ഷൻ ദാറ്റ് ഹാപ്പൻഡ് ഏർലിയർ ആൻഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഫോർ ദ ആക്ഷൻ ദാറ്റ് ഹാപ്പൻഡ് ലേറ്റർ. അപ്പൊ മുന്നേ നടന്നത്, ഏർലിയർ നടന്നതിന് പാസ്റ്റ് പെർഫെക്റ്റും പിന്നെ നടന്നതിന് എന്താണ് ഉപയോഗിക്കുക? ലേറ്റർ നടന്നതിന് എന്തുമാണ് ഉപയോഗിക്കുക? സിമ്പിൾ പാസ്റ്റുമാണ് ഉപയോഗിക്കുക. കൺഫ്യൂഷൻ ഉണ്ടാ? ആദ്യം നടന്നതിന് പാസ്റ്റ് പെർഫെക്റ്റ്, രണ്ടാമത്തതോ സിമ്പിൾ പാസ്റ്റ്. ഇപ്പൊ ബിഫോർ ഉപയോഗിക്കുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആദ്യം, സിമ്പിൾ പാസ്റ്റ് രണ്ടാമത്. ഓക്കെ,
അപ്പൊ ഇനി നോക്കൂ, ബൈ ദ ടൈം ഐ റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഡാഷ്. എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയി. അവിടെ നോക്കൂ, രണ്ടാമത് നടന്നാണോ ഇത്, അതോ ഇതാണോ നടന്നത്? ഇതാണ് ആദ്യം നടന്നത്. ഏളിയർ നടന്നതായതുകൊണ്ട് ഹാഡ് ലെഫ്റ്റ്. ഞാൻ എത്തുന്നതിന് മുന്നേ പോയി എന്നുള്ളതല്ലേ. കഴിഞ്ഞു, നമ്മൾ കിട്ടി. യെസ്, അപ്പോ അത് ക്ലിയർ ആയി. അടുത്തത് നമുക്ക് നോക്കാം. ഐ ഡാഷ് മൈ ഹോംവർക്ക് ബിഫോർ ഐ വെന്റ് ടു പ്ലേ. നല്ല കുട്ടിയാണ്, കളിക്കാൻ പോണതിന് മുമ്പ് ഹോംവർക്ക് ഒക്കെ തീർത്തു. ഇപ്പൊ ബിഫോറിന്റെ മുന്നേ നമുക്ക് ഏർലിയർ ആക്ഷൻ ആണ് നടത്തേണ്ടത്. രണ്ടും പാസ്റ്റിൽ നടന്നതായിരിക്കണം കേട്ടോ. അപ്പോ ഫിനിഷ് എന്നാണ്. ഫിനിഷിന്റെ ഒപ്പം എന്ത് വേണം? ഹാഡ് ഫിനിഷ്ഡ്. കിട്ടിയില്ലേ? പിന്നെ വെന്റ് എന്ന് പറഞ്ഞാൽ ഗോ, വെന്റ്, ഗോൺ. കണ്ടു, അവിടെ സെക്കൻഡ് ഫോം ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഗോ ആണ് ഫസ്റ്റ് ഫോം, വെന്റ് സെക്കൻഡ് ഫോം, ഗോൺ തേർഡ് ഫോം. സോ ഷീ ഡാഷ് ദ മൂവി ട്വൈസ് ബിഫോർ ഷീ റെക്കമെൻഡഡ് ഇറ്റ് ടു മീ. ഇങ്ങനെ നമ്മൾ പഠിക്കണം ബൈ പ്രാക്ടീസ്. നിങ്ങൾ എന്ത് പഠിക്കുമ്പോഴും പഠനം എന്ന് പറഞ്ഞ ഒരു പ്രവൃത്തിയാണ്, ആക്ഷനാണ്. കുറച്ച് നമ്മൾ നോർമലി എന്ത് ചെയ്യും? ഒരു ക്വസ്റ്റ്യൻ കേൾക്കും, അതിൻ്റെ ആൻസർ കേൾക്കും, അടുത്ത ക്വസ്റ്റ്യൻ കേൾക്കും, അതിൻ്റെ ആൻസർ കേൾക്കും. ഇറ്റ്സ് ഗുഡ്. പക്ഷെ അതിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. എന്നിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമാണ്. പ്രാക്ടീസ് ചെയ്താലാണ് നമ്മൾ അതിൽ ഉറക്കുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ ഇത്തരത്തിലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിന് ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരവും നമ്മൾ തരുന്നു. എങ്ങനെയാണ് തരുന്നത്? നിങ്ങൾ 8, 9, 10 ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അതിൻ്റെ ഓൺലൈൻ എക്സാം കിട്ടും. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മറ്റു കുറേ കാര്യങ്ങളുണ്ട്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്കറിയാം PSCയുടെ അറിയിപ്പുകൾ നടക്കും, മറ്റ് കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ അറിയിപ്പുകൾ നിങ്ങൾക്ക് കിട്ടും. ചില ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ, നമ്മുടെ ആപ്പിലൂടെ നടക്കുന്ന ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. 4th സബ്ജക്റ്റ് ഒക്കെ നിങ്ങൾക്ക് ആപ്പിൽ ഒരു പൈസ അടയ്ക്കേണ്ട, അപ്പം തന്നെ കാണാൻ പറ്റും. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആഴ്ചയിൽ 1, 2 ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അങ്ങനെ കിട്ടും. PDF-കൾ മറ്റു പലതും കിട്ടും. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ നോക്കുക. ഷീ ഡാഷ് ദ മൂവി ട്വൈസ് ബിഫോർ ഷീ റെക്കമെൻഡഡ് ഇറ്റ് ടു മീ. നമുക്കറിയാം ബിഫോർ വന്നാൽ ആദ്യം എന്താ? ആദ്യം പാസ്റ്റ് പെർഫെക്റ്റ്. ഷീ ഹാഡ് സീൻ, സോ, സീൻ. The guest dash arrived when I reached the party. എന്തായിരിക്കും ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. 2 ഇവന്റ് നടന്നിട്ടുണ്ട്. ഞാൻ പാർട്ടിക്ക് എത്തി, റീച്ച്ഡ്. ഗസ്റ്റ്സ് അറൈവ്ഡ്, അത് പറ്റില്ല. 2 എണ്ണം നടന്നാൽ ഞാൻ പാർട്ടിയിൽ എത്തുമ്പോഴേക്കും, when I reached the party, ഞാൻ പാർട്ടിയിൽ എത്തുമ്പോഴേക്കും ഗസ്റ്റുകൾ എത്തി എന്നാണ് പറയേണ്ടത്. അപ്പൊ പറയുമ്പോൾ നമ്മൾ എന്താ എഴുതുക? ഹാഡ് വേണം. അതുകൊണ്ട് ഇതാണ് അവിടെ കറക്റ്റ്. ഇതിൻ്റെ ഒപ്പം ഹാഡില്ല, ഇതിൻ്റെ ഒപ്പം ഹാഡില്ല, ഇതിൻ്റെ ഒപ്പം ഹാഡില്ല. ആൾറെഡി അറൈവ്ഡ്. ഈ ആൾറെഡി വരുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് വരും കേട്ടോ. ആൾറെഡി വരുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് വരും. ആൾറെഡി ഒരു കീവേഡ് ആണ്, പാസ്റ്റ് പെർഫെക്റ്റ് ഉണ്ടോ എന്നറിയാൻ. സോ സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണേ. He dashed his breakfast before he left for work. ബിഫോർ വന്നിട്ടുണ്ട്, ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണ്. സോ ഇവിടെ എന്താണ്? ഹാഡ് ഈറ്റൺ, ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരിക. സോ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സെന്റൻസ്, രണ്ട് ഇവന്റ്സ് പാസ്റ്റിൽ നടന്നാൽ അതിൽ ഏർലിയർ ആയിട്ടുള്ളതിനെ നമ്മൾ എന്തിൽ ഉപയോഗിക്കുന്നു? പാസ്റ്റ് പെർഫെക്റ്റിലും. ലേറ്റർ ആയിട്ടുള്ളതിനെ സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കും. ഇപ്പം ബിഫോർ, ആഫ്റ്റർ, ബൈ ദ ടൈം, വെൻ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വന്നാൽ ഇതിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. ഇത് വരാനുള്ള സാധ്യത, സിമ്പിൾ പാസ്റ്റ് വരാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.